എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിൽ നമ്മുടെ തലച്ചോറിന് താങ്ങാൻ കഴിയുന്നതിലും അധികം വിവരങ്ങളും ജോലികളും ചിന്തകളും ഒരുമിച്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ബ്രെയിൻ ഓവർലോഡ് അഥവാ മാനസിക സമ്മർദ്ദത്തിന്റെ അതിഭാരം എന്നൊക്കെ പറയാം. ഈ അവസ്ഥ നമ്മളിൽ പലരും അനുഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ബ്രെയിൻ ഓവർലോഡ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ തലച്ചോർ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്. പക്ഷേ തുടർച്ചയായി കൂടുതൽ പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഹാങ് ആവും. ശ്രദ്ധ കുറയുക, ഓർമ്മക്കുറവ് ഉണ്ടാകുക, അമിതമായ ക്ഷീണം അനുഭവപ്പെടുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക എന്നിവയൊക്കെ ഉത്കണ്ഠയും ഒക്കെ ഈ ബ്രെയിൻ ഓവർലോഡിന്റെ ലക്ഷണങ്ങളാണ്. ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ഒരു ബ്രേക്ക് എടുക്കുക എന്നതാണ്. ഒന്നാമതായി എല്ലാം ഒരു നിമിഷം നിർത്തിവെക്കാൻ തയ്യാറാവുക. ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും ഒരു ചെറിയ ഇടവേള എടുക്കുക. അതായത് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക, ഒന്ന് നടക്കുക, ശുദ്ധവായു ശ്വസിക്കുക. ഈ മൈക്രോ ബ്രേക്കുകൾ നമ്മുടെ മനസ്സിനെ റീചാർജ് ചെയ്യാൻ സഹായിക്കും. മൊബൈൽ നോക്കാതെ കണ്ണുകൾ അടച്ച് കുറച്ചു നേരം ഇരിക്കുന്നത് പോലും വലിയ ആശ്വാസം നൽകും. ഇത് തലച്ചോറിന് സ്വയം ഒന്ന് തണുക്കാൻ കിട്ടുന്ന സമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ബ്രീത്തിങ് എക്സസൈസ് ആണ്. ബ്രെയിൻ ഓവർലോഡ് ആകുമ്പോൾ നമ്മുടെ ശരീരം സമ്മർദ്ദത്തിലായിരിക്കും. അപ്പം ബ്രെയിനിനെ ശാന്തമാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ശ്വാസം എടുക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. 1 മിനിറ്റ് കണ്ണടച്ച് ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. ഈ ലളിതമായ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങളെ മൊത്തത്തിലൊന്ന് ശാന്തമാക്കുകയും തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഉത്കണ്ഠ കുറയ്ക്കാനും ചിന്തകളെ തെളിച്ചമുള്ളതാക്കാനും സഹായിക്കും. മൂന്നാമത്തത് ജേർണലിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ ചിന്തകളെയും ആശങ്കകളെയും ഒരു പേപ്പറിലേക്ക് പകർത്തുക. ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയോ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയോ ചെയ്യണം. മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തലച്ചോറിലെ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടും. ഏത് കാര്യത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും ഏതൊക്കെ മാറ്റിവെക്കാമെന്നും അപ്പോൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. 4. ഫോക്കസ് ഓൺ വൺ തിങ്. ബ്രെയിൻ ഓവർലോഡിന്റെ പ്രധാന കാരണം ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സമയം ഒറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. വലിയ ജോലികളെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോന്നായി പൂർത്തിയാക്കുക. പൊമഡോറോ ടെക്നിക് പോലുള്ളവ ഉപയോഗിച്ച് ഒരു നിശ്ചിത സമയം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. ഈ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജോലി കൂടുതൽ കാര്യക്ഷമമായി പൂർത്തിയാക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. 5. മൊബൈലും സോഷ്യൽ മീഡിയയും ഒഴിവാക്കുക. ഇൻഫോർമേഷൻ ഓവർലോഡ് ഇന്ന് ബ്രെയിൻ ഓവർലോഡിന്റെ ഒരു പ്രധാന കാരണമാണ്. ഒരു നിശ്ചിത സമയത്തേക്ക് ഫോൺ, ലാപ്ടോപ്പ്, TV എന്നിവയിൽ നിന്ന് വിട്ടു നിൽക്കുക. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ്. സോഷ്യൽ മീഡിയയിലെ സ്ക്രോളിംഗ് നമ്മുടെ മനസ്സിനൊരു ഭാരം മാത്രമാണ്. ഡിജിറ്റൽ ഡിറ്റോക്സ് പരിശീലിക്കുന്നത് തലച്ചോറിന് പുതിയ ചിന്തകൾക്ക് ഇടം നൽകാൻ സഹായിക്കും. 6. ഉറക്കത്തിന് പ്രാധാന്യം നൽകുക. തലച്ചോറിന് വിശ്രമം ലഭിക്കുന്ന പ്രധാന സമയം ഉറക്കമാണ്. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ മികച്ച ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉറക്കം കുറയുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും ഓവർലോഡ് എളുപ്പത്തിൽ സംഭവിക്കുകയും ചെയ്യും. രാത്രിയിൽ കൃത്യമായ ഒരു ഉറക്ക രീതി പിന്തുടരുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ വിശ്രമം നൽകും. ബ്രെയിൻ ഓവർലോഡ് എന്നത് ഒരു സാധാരണ കാര്യമാണ്. നമ്മുടെ തലച്ചോറ് ഒരു യന്ത്രമല്ല, അതിന് വിശ്രമവും ആവശ്യമാണ്. ഈ ലളിതമായ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുന്ന വഴി മനസ്സിനെ ശാന്തമാക്കാനും ജീവിതം കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.